എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥയിൽ നിന്ന്. വിവാഹം കഴിഞ്ഞ് ഒരു കൊല്ലം ചെല്ലുന്നതിനു മുമ്പ് തന്നെ മുരുകൻ പെണ്ണിനെ വെറുത്തു തുടങ്ങി. ചിരിതയ്ക്ക് എപ്പോഴും ഒരൊറ്റ വിചാരമേ ഉള്ളൂ, തിന്നണം. ഒരു സേർ അരിയുടെ ചോറ് അവൾക്ക് തന്നെ വേണം. മുറം പോലത്തെ വായും പീപ്പ പോലത്തെ വയറുമുള്ള ചിരിതയെ വെച്ചുപൊറിപ്പിക്കാൻ പിശുക്കനായ മുരുകന് പ്രയാസമായി തോന്നി. കൂടാതെ ചായപ്പീടികകളിൽ നിന്ന് പലഹാരം കട്ടുതിന്നുന്നതിനും അവൾ മടിച്ചില്ല. അവളുടെ കളവുകൾ കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ തല്ല് കിട്ടിയത് മുരുകൻ്റെ മുതുകത്താണ്. ഇരന്നു കിട്ടിയതെല്ലാം ചിരിത തിന്ന് തീർക്കുന്നതിനു പുറമെ അവൾക്ക് വേണ്ടി താൻ തല്ലും കൊള്ളണമെന്ന് വന്നപ്പോൾ മുരുകൻ നരസിംഹാവതാരം കൈക്കൊണ്ടു. അവൻ നിത്യവും രാത്രിയിൽ അവളെ തൻ്റെ കൊണ്ടൻ വടികൊണ്ട് പൊതിരെ തല്ലുക മാത്രമല്ല, ഈറ തീരാതെ അവളെ മാന്തുകയും കടിക്കുകയും ചെയ്തു. അതുകൊണ്ടൊന്നും ചിരിതയുടെ സ്വഭാവത്തിന് മാറ്റം വന്നില്ല. ചിരിതയെക്കൊണ്ട് വലിയ ദ്രോഹം അനുഭവിച്ചത് ആ പുരയിൽ താമസിക്കുന്ന പറങ്ങോടനും നങ്ങേലിയുമായിരുന്നു. അവിടെ യാതൊരു തീൻപണ്ടത്തിനും രക്ഷയും ഉണ്ടായിരുന്നില്ല. ഉറുമ്പ് കാണാത്ത വസ്തുക്കൾ പോലും ചിരിത കണ്ടെത്തി കട്ടുവായിലാക്കും. അവളുടെ വായിലെ നാക്ക് ഭയങ്കരമാണ്. ആയമ്മയുടെ തൊള്ളയിൽ നിറച്ചും കാരമുള്ളാണ്. നീ ഒന്നും മിണ്ടാൻ പോണ്ട എന്ന് പറങ്ങോടൻ ആശാരിച്ചിയെ ഉപദേശിക്കും. നങ്ങേലി ഒരു നനഞ്ഞ പട്ടുകാരിയായിരുന്നു. പക്ഷെ ചിരിതയുടെ ചെക്കൻ ഗോപാലൻ മഹാസാധുവായിരുന്നു. വെളുത്തു മെലിഞ്ഞ് അസാധാരണ നീളമുള്ള കാതുകളോടുകൂടിയ ഗോപാലൻ സ്ഥലത്തെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബീജമാണെന്ന് ചിരിത ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിരിത പറയാറുള്ളതിൽ സത്യമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമാത്രമായിരുന്നു. ആ കോൺഗ്രസ് നേതാവിൻ്റെ നിറവും ദേഹപ്രകൃതിയും വലിയ കാതുകളും മാത്രമല്ല, അയാളുടെ കഴുതബുദ്ധിയും കൂടി ഗോപാലനെ ശ്രദ്ധിച്ചിരുന്നു. ചിരിതയുടെ കളവുകൾ കൊണ്ട് പൊറുതിമുട്ടിയപ്പോൾ ഒരു ദിവസം പറങ്ങോടൻ ചക്കരയ്ക്കുള്ളിൽ എലിപ്പാഷാണം ചേർത്ത് ചിരിതയ്ക്ക് കക്കാൻ പാകത്തിൽ വെച്ചു കൊടുത്തു. അന്ന് രാത്രി ചിരിത പാഷാണ ചക്കര കട്ടുതിന്നു. പക്ഷെ ഒന്ന് രണ്ട് വയറിളകി കിടന്നുവെന്നല്ലാതെ അവൾക്ക് അത്യാഹിതമൊന്നും സംഭവിച്ചില്ല. എലിപ്പാഷാണം പോലും ദഹിപ്പിക്കത്തക്ക ജഠരാഗ്നിയായിരുന്നു ചിരിതയ്ക്ക്. മുരുകൻ അവളെ പാഷാണം കൊടുത്ത് കൊല്ലാനൊന്നും പോയില്ല. അവളുടെ ജഠരാഗ്നി തല്ലിക്കെടുത്താനായിരുന്നു അവൻ്റെ ശ്രമം. ചിരിതയ്ക്കും പൊറുതിമുട്ടി മുരുകൻ്റെ തല്ലുകൊണ്ട്. ഒരു ദിവസം രാത്രി ചിരിത മുരുകനെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയി. പറങ്ങോടൻ്റെ പണപ്പെട്ടിയും നങ്ങേലിയുടെ തുണിപ്പെട്ടിയിലെ ചില സാധനങ്ങളും കവർച്ച ചെയ്തതിന് ശേഷമാണ് അവൾ കടന്നു കളഞ്ഞത്. ഗോപാലനെ അവൾ കൊണ്ടുപോയതുമില്ല. അങ്ങനെ മുരുകൻ ജയിച്ചു. അവൻ്റെ നല്ല കാലം വരുന്നു. സഹായത്തിന് ചെക്കനുണ്ടല്ലോ. അവൻ ഗോപാലനെ ഉപദേശിച്ചു. എടാ മോനെ, എനിക്ക് നീയേ ഉള്ളൂ, നിനക്ക് ഞാനും. നീ എൻ്റെ കൂടെ പിരിയാതെ നിന്നാൽ എനിക്കെന്തെങ്കിലും സമ്പാദ്യമുണ്ടായാൽ അത് മുഴുവൻ കിട്ടുന്നത് നിനക്ക് തന്നെയാണ്. മുരുകൻ്റെ കയ്യും പിടിച്ച് ഗോപാലൻ തെരുവിലേക്ക് ഇറങ്ങി. താൻ നിങ്ങളെപ്പോലെ മുഖം കണ്ട് ചോദിക്കാൻ വശമില്ലാത്ത രണ്ടു കണ്ണും പൊട്ടിയ കുരുടനാണേ. ഗതികെട്ട പാവത്തിന് വല്ലതും തന്നിട്ട് പോകണേ എന്ന മുരുകൻ്റെ ഒരു വിലാപം കഴിഞ്ഞാൽ ഉടൻ അയ്യോ പള്ള പൈക്കുന്നേ, അയ്യോ